ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഇഡ്ഡലീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് സാധാ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡ്ഡലി. ഇപ്പം ഇതുവരെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് റെഡിയാത്തവരോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് കിട്ടാത്തവരെല്ലാം എന്തായാലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താലില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നല്ല സോഫ്റ്റ് ആണെന്ന്. നമ്മുടെ സാധാ ഇഡ്ഡലിനെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുട്ടുപൊടി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പോ അങ്ങനെ എന്താണ് എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ എല്ലാം എടുക്കണം കേട്ടോ, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കാം. ഇപ്പം ഞാൻ രാത്രി അരച്ചിടുന്നതാണെങ്കിൽ രാവിലെ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരക്കാനായിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഉഴുന്നും ഉലുവയിലില്ലേ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നിങ്ങൾ സാധാ ഉഴുന്നിൻ്റെ കുതിർത്ത വെള്ളത്തിൽ ചിലർ അരച്ചെടുക്കുന്നത് കാണാം. അപ്പം അങ്ങനെ അരച്ചെടുക്കുന്നതാണെങ്കിൽ അരച്ചെടുത്തോ. ഇനി അതിലേക്ക് നമ്മൾ ഉഴുന്നെടുത്ത് സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉഴുന്ന് കുതിർത്ത വെള്ളമല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, നമ്മൾ സാധാ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. നന്നായി അരച്ചെടുക്കുന്നുണ്ട്, ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് കൂടെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരക്കുന്ന ടൈമിൽ ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ തരിയില്ലാതെ ചോറും ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ബാറ്റർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ആ ഒരു ഉഴുന്നിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നല്ല തരിയുള്ള പുട്ടുപൊടി തന്നെയാണ് കേട്ടോ. നിറപറേൻ്റെ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 2 ഗ്ലാസ്സിൽ നമ്മൾ ഉഴുന്നും ചോറെല്ലാം എടുത്ത സെയിം അളവിൻ്റെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കിയിട്ട് എടുക്കാം. നമ്മൾ സാധാ ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയില്ല ആ ഒരു ഇത് കിട്ടുന്നത് വരെ അത്രയും വെള്ളം ഒഴിക്കുക. അപ്പം ഞാനിപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിൻ്റെ ഉഴുന്ന് അരച്ചിട്ടുണ്ടല്ലോ ആ ഒന്ന് കഴുകിയിട്ട് ആ 1 ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പൂണോ കയ്യിലോ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റ് ആവുകയും ചെയ്യും. പിന്നെ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചങ്ങനെ കെട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്, വീണ്ടും 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ആ ഒരു ലൂസ് കിട്ടുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുമിച്ചിട്ട് ഒഴിച്ചിട്ട് ലൂസായി പോകണ്ട, കുറച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ ഇഡ്ഡലിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി ബാറ്ററില്ലേ നന്നായിട്ട് ഫെർമെൻ്റ് ആവും. നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്നതിനേക്കാളും നന്നായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടും കേട്ടോ. കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് തോന്നിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ടോട്ടലി ഉഴുന്ന് അരക്കുന്നത് കൂടാണ്ട് ഒരു 4.5 കപ്പിനടുത്ത് 4.5 ഗ്ലാസ്സില്ലേ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പം കറക്റ്റായിട്ട് ഇഡ്ഡലി ബാറ്ററിൻ്റെ ലൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഓവർ നൈറ്റാണ് വെക്കുന്നത്, രാത്രിയാണ് ഇത് അരച്ച് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാം. രാവിലെ നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫെർമെൻ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാ അരിൻ്റെ പച്ചരിയെല്ലാം ചേർത്തിട്ട് അരക്കുന്നതിനേക്കാളും നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലേ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സാധാ ഈ ഒരു അളവിൽ പച്ചരിയും ഉഴുന്നും ഒക്കെ ചേർത്തതിനേക്കാളും നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഡ്ഡലീൻ്റെ ബാറ്റർ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിലല്ല ഈ റെസിപ്പി ഇങ്ങനെ കാണുമ്പോൾ ഈ പുട്ടുപൊടി കൊണ്ട് ഇത്രയും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്നാൽ മാത്രമേ അത് എത്രയും നല്ല സോഫ്റ്റാണെന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് സാധാ ഇഡ്ഡലി ചുടുന്നത് പോലെ ഇഡ്ഡലീൻ്റെ തട്ടിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് ആ മാവ് ഒഴിച്ചു കൊടുക്കാം.
എൻ്റെ ഈ ഒരു ഇഡ്ഡലി തട്ടില്ലേ ഒരു പരന്ന രീതിയിലാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാവാൻ. നമ്മൾ സാധാ അലൂമിനിയത്തിൻ്റെയൊക്കെ ഇഡ്ഡലി തട്ടാകുമ്പോൾ നല്ല ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. ഇത് കുഴി കുറഞ്ഞിട്ട് ഒരു പരന്ന ആയിട്ടാണ് കേട്ടോ ഉണ്ടാവാൻ. ഞാൻ 3 തട്ടിലും ഒഴിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായിട്ടുള്ള വെള്ളം വെച്ചിട്ട് സാധാ ഇഡ്ഡലി ചുട്ടെടുക്കുന്ന ആ ഒരു ടൈം അത്രയും ടൈം വേണ്ട, പെട്ടെന്ന് തന്നെ ആവി വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി മാറ്റിയെടുക്കാം. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ടുള്ള ആ ഒരു ലൂസായിട്ടുള്ള സാമ്പാർ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു പുട്ടുപൊടി കൊണ്ടുള്ള ഇഡ്ഡലി. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.